വ്യവസ്ഥ നടത്തിയതിനു ശേഷം മാത്രം നീയൊക്കെ അവളെ കണ്ടാ മതി. അതിന് വൈകിയ കൊന്നു കൊല വിളിച്ചിരിക്കും അവളെ. സർവേശ്വര, അമ്മ എന്റെ മോള്. ഈ നരകത്തിൽ നിന്ന് കനിമൊഴിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മീനാക്ഷി. എന്റെ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും ആ രാക്ഷസി കൊടുക്കുന്നുണ്ടാവില്ല. അവളായിട്ട് കൊന്നില്ലെങ്കിലും പട്ടിണിക്കെട്ട് വെള്ളം പോലും കൊടുക്കാതെ എന്റെ കുഞ്ഞിനെ അവള് കൊല്ലും. അമ്മ അമ്മയുടെ സ്വത്ത് മകൾക്ക് എഴുതി വെച്ചു. മകൾ മരിച്ചുപോയി. മകളുടെ മകളായ കനിമൊഴിക്കുള്ള സ്വത്തവകാശം അവൾക്ക് തന്നെയാണ്. ധർമ്മവും ന്യായവും ഒക്കെ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ്. നീതി കിട്ടേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ്. നമുക്ക് നാട്ടുവഴി കണ്ട് സങ്കടം ബോധിപ്പിക്കാം അമ്മേ. തൃക്കടയൂരിൽ പോയി എന്റെ അമ്മായിയമ്മ വയസ്സുകാലത്ത് പുതിയൊരു സന്തതിയും കൂട്ടി വന്നിരിക്കുകയാണ്. സമയത്ത് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു മകൾ മീനാക്ഷി. ചെല്ലി മീനാക്ഷി, എന്റെ അമ്മായിയമ്മയും കൂട്ടിപ്പോയി നാടുവാഴിയെ കാണ്. നിന്റെ കടാക്ഷവും ശൃംഗാരച്ചിരിയും ശരീര വടിവും ഒക്കെ കണ്ട ഏതു നാടുവാഴിയുടെ സിംഹാസനമാണ് ആടിയുലയാത്തത്. എത്രയോ പുരുഷന്മാരെ വശീകരിച്ചു വീഴ്ത്തിയ പാരമ്പര്യമല്ലേ നിനക്ക്? പോയി നാടുവാഴിയും വീഴ്ത്തിക്കോ. നാടുവാഴിയിൽ നിന്നും അനുകൂലമായ വിധിയും സമ്പാദിച്ച് എന്നെയും ഭർത്താവിനെയും തുറുങ്കിലേക്ക് നടത്താനുള്ള ഭടന്മാരെയും കൂട്ടി വന്നോളൂ. പക്ഷേ അപ്പോഴേക്കും ഒരു കാര്യം നടന്നിരിക്കും. കനിമൊഴിയുടെ അവസാനം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല മീനാക്ഷി. അവരെന്റെ മോളെ. അയ്യോ, സമാധാനിക്കമ്മേ. സ്വത്തും പണവും ഒക്കെ നഷ്ടപ്പെട്ടാലും വീണ്ടും പരിശ്രമിച്ച് നേടാന്നുള്ളതേ ഉള്ളൂ. കനിമൊഴിയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടാൽ വീണ്ടും നേടാൻ കഴിയുമേ? കനിമൊഴിയെ അവരുടെ തലങ്കലിൽ നിന്നും മോചിപ്പിക്കാൻ തറവാടും പറമ്പ് എഴുതി കൊടുക്കാം. പക്ഷേ എന്റെ കാലം കഴിഞ്ഞ് കനിമൊഴിക്ക് കയറിക്കിടക്കാൻ ഇടമില്ലാതാകുമല്ലോ എന്ന് ഓർക്കുമ്പോ കണ്ണുകളിൽ ഇരുട്ട് കയറുക മീനാക്ഷി. എന്തെങ്കിലും കഠിന അധ്വാനം ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കണം. തൃക്കടയൂർ എവിടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി വാങ്ങണം. ഒരു ചെറിയ കുടില് കെട്ടണം. ഭാവിയിൽ കനിമൊഴിക്കൊരു കിടപ്പാടാവുമല്ലോ. മീനാക്ഷി ജീവിച്ചിരിക്കുമെങ്കിൽ അമ്മയ്ക്കും കനിമൊഴിക്കും തൃക്കടയൂരിൽ ഒരു കിടപ്പാടം ഉണ്ടായിരിക്കും. മീനാക്ഷി, നിന്റെ ഈ മനസ്സ്, ഈ സഹകരണം, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സമ്പത്ത്. വരൂ, നമുക്ക് അവരെ കണ്ട് വസ്തു അവരുടെ പേരിൽ വ്യവസ്ഥ ചെയ്യാമെന്ന് പറയാം. വരൂ, നമുക്ക് പോകാം. ഭൈരവി, ഭൈരവി, ആ കൃമികീടത്തെ കാണാൻ വീണ്ടും കയറി വന്നിരിക്കുന്നു. പെറ്റ തള്ളയാണെന്ന് നോക്കില്ല. ഇറങ്ങിപ്പോയില്ലെങ്കിലുണ്ടല്ലോ. മീനാക്ഷി, തൃക്കടയൂർ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ ചെകിട്ടത്തൊന്നും പൊട്ടിക്കാത്തതിന്റെ കടം ബാക്കിയുണ്ട്. അത് വേണോ നിനക്ക്? ഏകാംബര,
തറവാടും പറമ്പും വ്യവസ്ഥ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. എനിക്കും കൂടി തുല്യ അവകാശം പറഞ്ഞു വേണം വ്യവസ്ഥകൾ എഴുതാൻ. അതിനും സമ്മതിച്ചിരിക്കുന്നു. ഇനി എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചല്ലോ, ഇനി ഒന്നും ചെയ്യില്ല. ഇന്നിനി കാര്യാലയം അടച്ചിട്ടുണ്ടാകും. ഞങ്ങൾ അടുത്തുള്ള ഒരു സത്രത്തിലുണ്ടാകും. നാളെ തന്നെ വ്യവസ്ഥ എഴുതിച്ച് തന്നേക്കാം. അങ്ങനെ ആവട്ടെ. ഭൈരവിക്ക് ഒരു തരത്തിലും അർഹതയില്ലാത്ത സ്വത്ത് നിങ്ങളുടെ പേരിൽ കൂടി എഴുതി തരാൻ അമ്മ സന്മനസ് കാട്ടി. പകരം ഒരു സന്മനസ് ഭൈരവിയും കാട്ടണം. അന്യായ എന്നെ അനുവദിക്കണ്ട. കനിമൊഴി ഒരു നോക്ക് കാണാൻ അമ്മയെ അനുവദിക്കണം. സാധ്യമല്ല. ആധാര വ്യവസ്ഥ കഴിയാതെ കനിമൊഴിയുടെ നിഴൽ പോലും കാണാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങിപ്പോണം. ഇന്നവൾ മുത്തശ്ശി എന്ന് വിളിച്ചു കേട്ടില്ല. എന്റെ കുട്ടിക്ക് ജീവനുണ്ട് എന്നെങ്കിലും ഞാനൊന്ന് ഉറപ്പ് വരുത്തിക്കോട്ടെ ഭൈരവി. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നാളെ 10 നാഴിക പുലർന്നിട്ട് പേരക്കുട്ടിയെ കണ്ടാ മതി. പൊയ്ക്കോ. എന്റെ കനിമൊഴി, അവൾ ഭൈരവി എന്ന പിശാചിന്റെ തടങ്കലിൽ. എന്റെ തൃക്കടയൂരപ്പ, എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? അമ്മേ, ഇങ്ങനെ കരയാതെ. കനിമൊഴിക്ക് ഒരാപത്തും വരാതെ അവൾ തിരിച്ചു വരും. അതെ, കനിമൊഴിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ജീവനോടെ തൃക്കടയൂരപ്പൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിരിക്കും. അമ്മേ, തൃക്കടയൂരപ്പന് നമ്മളോടുള്ള പരീക്ഷണം അതിന്റെ മൂർധന്യതയിൽ എത്തിച്ചിരിക്കുകയാണ്. വഴങ്ങുക. ഭൈരവിയുടെയും ഏകാംബരന്റെ ആവശ്യത്തിന് വഴങ്ങുക. ശ്രീ പരമേശ്വര, ശ്രീ ശങ്കര, ശൈലാധിനാഥ, എന്റെ പേരക്കുട്ടിക്ക് ഒരാപത്തും വരുത്തരുതേ. എന്റെ കുട്ടി ഒരു ഘാതകിയുടെ തടവിലാണെന്ന് അങ്ങയ്ക്കറിയില്ലേ? ഭൈരവി അവളെ കൊല്ലാനും മടിക്കില്ല. എന്റെ കുഞ്ഞിന്റെ മേൽ കൈവയ്ക്കാൻ അവൾക്ക് ശക്തി കൊടുക്കരുതേ സർവേശ്വര. ഭഗവാനെ, പാർവതിപദേ, കനിമൊഴി എനിക്ക് സ്വന്തം അനിയത്തി പോലെയാണെന്ന് അങ്ങേക്ക് അറിയില്ലേ ഭഗവാനെ? ആധാരം തിരുത്തി എഴുതുന്നത് വരെ ഭൈരവി കാത്തിരിക്കുമെന്ന് തോന്നില്ല. അങ്ങേ ഉള്ളഴിഞ്ഞ് ഉപാസിക്കുന്ന കനിമൊഴിക്ക് ഒരു മഹാപാപിയുടെ കൈകൊണ്ട് അന്ത്യം വിധിക്കരുത് ജഗദീശ്വര. വരൂ അമ്മേ. ആധാരം തിരുത്തി എഴുതിയാലും ഭൈരവി കനിമൊഴിയുടെ കഥ കഴിച്ചിരിക്കും.
ഇനി വള്ളിയമ്മ ഇവിടെ കൈനാട്ട് വയ്ക്കുക. ഈ ആധാര വ്യവസ്ഥ പ്രകാരം വള്ളിയമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന തറവാടും പറമ്പും ഏകാംബരനും ഭൈരവിക്കും തുല്യമായി വീതിച്ച് നൽകിയിരിക്കുന്നുവെന്ന് കൈനാട്ട് വെച്ച് ഉറപ്പിച്ചിരിക്കുന്നു. മോളെ മോളെ പേരക്കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ല. ഇനി ഒരിക്കലും ഒരവകാശവും പറഞ്ഞ് ഈ തറവാട്ടിൽ വന്നു പോകരുത്. പെറ്റമ്മയും അനന്തരവളും എന്ന രക്തബന്ധമൊക്കെ ഇവിടെ അവസാനിക്കുന്നു. നന്നായി മകനെ, വളരെ നന്നായി. ഞങ്ങൾ ഇറങ്ങുക. ഇല്ല, ഞാൻ വ്യവസ്ഥ മാറ്റി എഴുതിയിട്ടില്ല, ഒപ്പിട്ട് തന്നിട്ടില്ല. എന്റെ പേരക്കുട്ടിക്ക് അവകാശപ്പെട്ട സ്വത്ത് ഞാൻ ആർക്കും വിട്ടുതരില്ല. ഇല്ല. എവിടെ എവിടെ പോയി ആ രാക്ഷസി ഭൈരവി? എന്താ ഇവിടെ എന്താ അമ്മേ? ഞാൻ ഒരു ദുസ്വപ്നം കണ്ടു മീനാക്ഷി. ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ പോയി തറവാടും പറമ്പും എന്റെ മകന്റെയും ഭൈരവിയുടെയും പേരിൽ വ്യവസ്ഥ ചെയ്തു കൊടുത്തെന്ന്. എപ്പോഴും ഭൈരവിയെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നതുകൊണ്ടാ ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുന്നത്. അമ്മ കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ല, ഇനി ഉറങ്ങാൻ കഴിയില്ല എനിക്ക്. വസ്തു എഴുതി കിട്ടിയപ്പോഴുള്ള ഭൈരവിയുടെ പൊട്ടിച്ചിരി അതിപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നു. ഭൈരവി, അവൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അമ്മ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭൈരവി ഇവിടെയൊന്നും വന്നിട്ടില്ല. എല്ലാം അമ്മയുടെ തോന്നലാണ്. എന്റെ മകൻ ഏകാംബരനും ഭൈരവിയും കൂടിയാ കാര്യാലയത്തിൽ വന്നത്. ഒപ്പിട്ട് കൊടുത്തപ്പോ കനിമൊഴിയെ മോചിപ്പിച്ച് എന്നോടൊപ്പം വിട്ടു. എന്റെ കൂടെ നീയും ഉണ്ടായിരുന്നു മീനാക്ഷി. ഒരു സ്വപ്നം കണ്ട് ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? അമ്മ കിടക്ക്. ഉറങ്ങുന്നവരെ ഞാൻ കാവലിരിക്കാം. അമ്മ കിടക്കമ്മേ. കിടക്കമ്മേ. ധൈര്യമായിട്ട് കിടന്നോളൂ അമ്മേ. കിടക്കമ്മേ. കൈലാസപതേ, നാഗഭൂഷണ, ദേവ, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. മുത്തശ്ശി എന്നെ ഓർത്ത്
ഇടനെഞ്ചു പൊട്ടി കരയായിരിക്കും. ജഗന്നാഥ, കാരുണ്യമൂർത്തെ, ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നു തരണേ. മഹാദുഷ്ടിയായ എന്റെ അമ്മയുടെ കൈകൊണ്ട് എനിക്ക് അരിങ്കൊല വിധിക്കരുതേ ഭഗവാനെ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ഉള്ളവൾക്ക് അങ്ങൊരു തുണയാവണേ ഭഗവാനെ. രക്ഷാമാർഗം കാട്ടണേ മഹാദേവ. നന്ദി ഭഗവാനെ, നന്ദി. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഈ വാതിലാരോ തുറന്നത്? ഇവിടെ കാവൽ നിർത്തിയിരുന്ന മല്ലന്മാരെവിടെ? കനിമൊഴിയും കാണുന്നില്ലല്ലോ. ഈ പെങ്കൊച്ച് എങ്ങോട്ട് പോയി? ആരവളെ രക്ഷിച്ചത്? അദ്ദേഹത്തെ ആരെയും ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവരെല്ലാം ഇതെവിടെ പോയി? എന്റെ ഭർത്താവ് എവിടെ? കാവൽ നിന്നിരുന്ന മല്ലന്മാർക്ക് എന്ത് സംഭവിച്ചു? കനിമൊഴിയെ രക്ഷിച്ചതും ഭർത്താവിനെയും മല്ലന്മാരെയും കാണാതാക്കിയതും ആരാണ്? ഇതെന്ത് ദുരൂഹതയാണ്? ഭൈരവി, നിങ്ങളെ കനിമൊഴിക്ക് കാവൽ നിർത്തിയിരുന്നതല്ലേ? അതെ. നിങ്ങൾ അറിയിൽ ഉറങ്ങിക്കിടന്നിരുന്നതല്ലേ? നിങ്ങളൊക്കെ പാതിരാത്രിയിൽ എങ്ങോട്ടാ പോയത്? ഞങ്ങളായിട്ടെങ്ങും പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോ തറവാട്ട് വളപ്പിലാണ് ഞങ്ങളുടെ കിടപ്പെന്ന് മനസ്സിലായി. ചാടി എഴുന്നേറ്റപ്പോ ഇവനും എന്റെ അടുത്ത് കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. ആരാ നിങ്ങളെ പറമ്പിൽ കൊണ്ട് കിടത്തിയത്? ആരാ പൂട്ടു തുറന്ന് കനിമൊഴിയെ രക്ഷിച്ചത്? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ജാഗ്രതയോടെ ആ പെൺകൊച്ചിന് കാവൽ നിൽക്കുകയായിരുന്നു. ആര് പുറത്തുകൊണ്ട് കിടത്തിയെന്ന് ഞങ്ങൾക്ക് ഒരു ഓർമ്മയില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഭൈരവി. അറയിൽ സുഖമായി ഉറങ്ങിക്കിടന്ന എന്നെ ആരാണ് പൊക്കിയെടുത്ത് പറമ്പിൽ കൊണ്ടിട്ടതെന്ന് ഒരു പിടിയുമില്ല. കനിമൊഴിയെ തട്ടിക്കൊണ്ടുവരുമ്പോ ഏതോ വഴിപോക്കം വന്ന് തല്ലി ഓടിച്ചു. ഇപ്പോ നിങ്ങളെ പറമ്പിലേക്ക് മാറ്റി കനിമൊഴിയെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കനിമൊഴിയുടെ കൂട്ടാളിയായ മീനാക്ഷിക്ക് ഏതോ അത്ഭുത ശക്തിയുണ്ടെന്ന് ഗുണാളനും വളർമതിയും പറഞ്ഞത് വെറുതെയല്ല. എന്റെ പൊന്നു ഭൈരവി, നമുക്ക് കനിമൊഴിയും വേണ്ട, അവളുടെ സ്വത്തും വേണ്ട. ഉള്ളതുകൊണ്ട് മനസമാധാനത്തോടെ കഴിഞ്ഞാൽ മതി. ഇനിയും അവളെ തപ്പിയിറങ്ങിയ കൊടിയ ആപത്തായിരിക്കും ഫലം. അവളെ അങ്ങ് വിട്ടേക്കാം. വിട്ടേക്കാനോ? ശബ്ദിച്ചു പോകരുത്. ഭൈരവി ഒരു കാര്യം ഉറപ്പിച്ച് ചുവട് മുന്നോട്ട് വെച്ച ലക്ഷ്യം സാധിക്കാതെ ഒരു ചുവട് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. നിങ്ങൾ അനുയായികളെയും കൂട്ടി വേഗം ചെല്ലണം. പൂങ്കുടിയുടെ കുടിലിൽ തന്നെ ഉണ്ടാകും അവൾ. അവിടെ നിന്നും അവളെ പിടിക്കാൻ എളുപ്പമല്ല. തൽക്കാലം അവസരം കാത്തു കഴിയണം നിങ്ങൾ. കനിമൊഴിയെ ബന്ധിച്ചു കൊണ്ടുവരിക. അത് നടന്നിരിക്കണം. അവൾ ഇവിടെ എത്തിയതിനു ശേഷം രണ്ടിലൊരു തീരുമാനം നടന്നിരിക്കും.
എടി അവിടെ നിൽക്കേ, ഓടരുതെന്നല്ലേ പറഞ്ഞേ? എടി അവിടെ നിൽക്കാൻ, പിടിക്കവളെ, വിടരുത്. എടി എടി അവിടെ നിൽക്കാൻ, പിടിക്കേ, വിടരുതവളെ. അവിടെ നിൽക്കേ, അവിടെ നിൽക്കാൻ. എടി അവിടെ നിൽക്കാൻ, പിടിക്കേ. നിൽക്കാനാ പറഞ്ഞേ? ഭഗവാനെ രക്ഷിക്കണേ. ഓടി വാ, പിടിക്കേ. നിക്കടി. തൃക്കടയൂരപ്പ കാത്തോളെ. ഇവിടെ നിൽക്കാൻ. അയ്യോ അയ്യോ. എടി അവിടെ നിൽക്കേ. വാ അങ്ങോട്ട് നോക്കാം.